ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതികരണം ഉണ്ടാവുക അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ്. എത്രയും അടിയന്തരമായി ഇയാളെ MLA സ്ഥാനത്ത് നീക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമോപദേശം തേടി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. ഈ പ്രതിഷേധവുമായി തന്നെ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോകും. ഇതിപ്പോൾ 3 മാത്രമല്ല, ഒരുപാട് അനേകം വരുന്ന പെൺകുട്ടികൾ ഇത്തരത്തിൽ പരാതിയുമായി മുമ്പോട്ട് വരുന്നുണ്ട്. ആ പരാതിയുമായി മുമ്പോട്ട് വരുമ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ നാടിന് തന്നെ അപമാനകരമായ ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ട്. എത്രത്തോളം ഞങ്ങൾക്ക് പ്രതിഷേധവുമായി മുമ്പോട്ട് പോകാൻ കഴിയുമോ അത്രത്തോളം ഞങ്ങൾ പ്രതിഷേധിക്കും. ഡിവൈഎഫ്ഐയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഈ ജയിലിന് മുന്നിൽ ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ കാണുന്നത് ഇവിടെ മുഴുവൻ നിൽക്കുന്ന പോലീസുകാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ജയിലിന്റെ കവാടം അടച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതോടൊപ്പം തന്നെ രാഹുലിനെ ഇവിടേക്ക് എത്തിക്കുന്നു എന്നറിഞ്ഞ് എത്തിയ നാട്ടുകാരടക്കമുള്ള ആളുകളെ നമുക്ക് അതിന് പിന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഈ ജയിലിന്റെ കവാടവും പരിസരവും എല്ലാം വലിയ ആൾക്കൂട്ടം നിറഞ്ഞ സ്ഥലമായി മാറുകയാണ്. നമ്മൾ അവിടെ നിന്നും രാഹുലിന്റെ വാഹനത്തിന് തൊട്ട് പിന്നാലെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ ഈ ജയിലിന്റെ പരിസരത്തേക്ക് എത്തുമ്പോൾ വരെ, രാഹുൽ അകത്തേക്ക് കയറി പോകും വരെ രാഹുലിന്റെ വാഹനത്തിന്റെ തൊട്ട് പിന്നിലുണ്ടായിരുന്നു. വരും വഴികളിൽ ഒരിടത്തും ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷം ഇവിടേക്ക് എത്തുമ്പോഴാണ്, ജയിലിന് മുന്നിലേക്ക് എത്തുമ്പോഴാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. അതിശക്തമായ പ്രതിഷേധം ഈ വിഷയം ഉയർന്നപ്പോൾ മുതൽ രാഹുൽ പലയിടങ്ങളിലായി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് ചെന്നിറങ്ങിയ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നും പ്രകടനമായി ജയിലിന് മുന്നിൽ നിന്നും മടങ്ങുകയാണ്. ഈ ജയിലിന് മുന്നിൽ നിന്നും പ്രവർത്തകർ മടങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ, ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസിന്റെ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രവർത്തകരെല്ലാം അടങ്ങിയതിനാൽ തന്നെ ഇവിടുന്ന് ഇപ്പോൾ പോവുകയാണ്. എൻ്റെ പിന്നിൽ ഈ കാണുന്ന മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ രാഹുൽ മാങ്കൂട്ടം എന്ന MLA ഇപ്പോൾ അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവിടുത്തെ റിമാൻഡ് തടവുകാരനായി മാറിയിരിക്കുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട് പല കേസുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അന്നൊന്നും രാഹുൽ ഇങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല. രാഹുൽ ഇതിനു മുൻപും ജയിലിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് പോയതെല്ലാം സമരപരമ്പരകളുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെയാണ്. എങ്കിൽ ഇത് അങ്ങനെയല്ല. ഇത് അത്യന്തം ഗൗരവമുള്ള, രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൽ റിമാൻഡിലായി രാഹുൽ ഇപ്പോൾ നമ്മുടെ ഈ മുന്നിൽ കാണുന്ന മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അവിടുത്തെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിശദമായി എന്താണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിന് മുന്നിൽ സംഭവിച്ചത് എന്നതിൻ്റെ വിവരങ്ങളും ദൃശ്യങ്ങളുമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.